കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈനപ്ലേയിൽ. മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായകന്മാരുടെയൊക്കെ ശബ്ദാനുകരണമാണ്. ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല. അതിനെ ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി. നമസ്കാരം സതീഷ്. സതീഷ് ആദ്യമായിട്ട് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? വിജയരാഘവൻ. മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ വിജയരാഘവൻ. ഓക്കെ. മൂന്ന് നേരം കൊന്നെത്തിച്ച് പള്ളിമേടിന്റെ കാലയത്തിലാണെങ്കിലേ നിനക്കൊക്കെ തെറ്റി. മംഗലശ്ശേരി നീലകണ്ഠന പടുമരത്തെ കത്തി തേപ്പിക്കും. നടയച്ച കൊല്ലണ്ട. താങ്ക് യു. അടുത്തായിട്ട് വടിവേലു. തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് വടിവേലു. കടലാക്കടിയൊപ്പ കടകടിയൊപ്പ കുളമടിക്കൊപ്പ അപ്പ് മാപ്പിള വെച്ചിട്ടേണ്ട അപ്പ് വേണ അഴുതുടു റോമ്പ വലിക്കുന്നത് അമ്മ. സൂപ്പർ. അടുത്തായിട്ട് കലാശാല ബാബു. മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തി വില്ലൻ വേഷങ്ങൾക്ക് ജീവൻ നൽകിയ കലാശാല ബാബു. ജോസേ പാട്ടി തേണ്ടി കടവറ മോനെ നിനക്ക് എത്ര നീണ്ട? 1 ലക്ഷമല്ല 10 ലക്ഷം പലിശയും അതിൻ്റെ കൂട്ടുപലിശയുടെ പലിശയും ഞാൻ മുതലാക്കും. എൻ്റെ അടുത്ത കളി അടി സാക്കേ. വളരെ നന്നായി. അടുത്തായിട്ട് കൊച്ചുപ്രേമൻ. മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ കൊച്ചുപ്രേമൻ. അയ്യാ എനിക്ക് പ്രേതങ്ങളെ കണ്ട പേടിയാണ് കേട്ടോ. 1.5 ഏക്കറത്തിൻ്റെ കള്ളും പൊറിച്ചും കോഴിയും പേടിക്കാൻ നജപ്പിലെന്ന് കഴിയിടൂ. ഈയിടെ മദ്രാശി പിടിക്കിട്ടു. ഈയിടെ പെണ്ണിനെ പിടിക്ക് തൊട്ടില്ല തൊട്ടോ. അയ്യാ ഞാൻ ഇത് കൂത്താട്ടുകുളത്താണ്. എന്താ വന്നത്? സുഖു എന്താ വന്നത്? മിമിക്രി ആണല്ലോ സതീഷ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുറ്റു മിമിക്രിയില്ല. ഞാൻ മറ്റേ ട്രെയിനിന്റെ സൗണ്ട്. ട്രെയിനിന്റെ ശബ്ദമൊക്കെ എല്ലാവരും എടുത്ത് പഴകിയതല്ലേ? എന്റെ ഏട്ടാ ഒന്ന് കേട്ടു നോക്കിയാ ട്രെയിനിന്റെ ശബ്ദം. ഓക്കെ, സുഖു കൂത്താട്ടുകുളം ഒരു ട്രെയിനിന്റെ ശബ്ദം അനുകരിക്കുകയാണ്. നോക്കാം. കയ്യാ പിടിക്കുന്നത്. മതി. ഇതൊക്കെ സാധാരണ കൊച്ചു പിള്ളേര് അവതരിപ്പിക്കുന്ന സാധനം. അല്ല, ഇതിന് വെറൈറ്റി ഉണ്ടായിരുന്നു. ട്രെയിനിന്റെ വെറൈറ്റി എന്താ? ഈ ട്രെയിൻ ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ ഇരിക്കും. പ്രിയമുള്ളവരെ, ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത് ആരും ഇന്ന് വരെ എടുക്കാത്ത ഒരു ശബ്ദമാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നു. അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം. ഭഗവാനെ രക്ഷിക്കണേ. ഇതാണ് ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്നത്. വേറെന്താ? കുതിര. മുറ്റാണോ പറ്റാണോ ഞങ്ങൾ നോക്കാൻ കുതിര എടുത്തു നോക്കാം. ഓക്കെ, പല്ലൊക്കെ താഴെ പോകും. ഇതാണോ കുതിര? വെറൈറ്റി ഉണ്ട്. കുതിരയുടെ വെറൈറ്റി എന്താണത്? ഈ കുതിര ഒരു ഗുഹയ്ക്കകത്തൂടെ പോയാൽ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. പ്രിയമുള്ളവരെ, കുതിര ഗുഹയ്ക്കകത്തൂടി പോകുന്നത് ആരും അവതരിപ്പിച്ചിട്ടില്ല. നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കുതിര ഗുഹയ്ക്കകത്തൂടി പോകുന്നു. അവതരിപ്പിക്കുന്നു സുഖു കൂത്താട്ടുകുളം. ഓക്കെ. സതീഷ്, അടുത്തായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത്? ടി.എസ്. രാജു. ജോക്കർ എന്ന ചിത്രത്തിലെ സർക്കസ് മുതലാളിയെ അവതരിപ്പിച്ച ടി.എസ്. രാജു. വിലാസനെ നീയാണോ എൻ്റെ പോക്കറ്റ് പീടിയെടുത്തത്? സത്യമേ പറയാവോ ബാബു? ഷോ മസ്റ്റ് ഗോ. ഓക്കെ, നന്നായി. അടുത്തതായിട്ട് കമലഹാസൻ. ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം കമലഹാസൻ. സിയുമൈ മണക്ക് നാട് ബൈ മണക്ക് കാട് ബൈ മണക്ക് കൂട് ബൈ മണക്ക് കുളം ബൈ മണക്ക് നன்று കണ്ടാലും ബൈ മണക്ക് പിച്ചെണ്ട് കണ്ടാലും ബൈ മണക്ക് കടിക്കുന്ന നായും பூனை என்று இழையும் பை மணக்கு. ஒரு சில வேலை வாங்கி கொடுக்கலான்னு சொல்லிருக்கீங்களா? அதுக்கு அந்த 10,000 ரூபா தேவை. என் உலகத்தில் சக்கியம் நீடி நாயம். ஏன்னா எனக்கு நாடு இல்லை, நாடு இல்லை. சொந்த பிள்ளைகளை கொலைச்சி பண்ணி அப்படியல்ல நீ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്തായിട്ട് വിവേക്. തമിഴ് സിനിമയുടെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് വിവേക്. டேய் லேடிஸுங்களா ஜென்ஸுங்களா இங்கப்பா கருப்பா கருப்பு என்ன வார்த்தை கேட்டால் தமிழ்நாடு கூந்தலிக்கும். ராமன் கருப்பு, லட்சண கருப்பு, அம்பஹம்பி. என்னடா அம்பி, நம்பவே முடியலடா. என்ன சார், കാക്ക ബിരിയാണിയാ? കക്കവാ. സൂപ്പർ. അടുത്തതായിട്ട് ഞാനൊരു നടനെ. താൻ ഏത് നടനെ ചെയ്യാൻ പോണത്? അതിന് ഇത്ര
ചിരിക്കാൻ എന്തുള്ളത്? ഒന്ന് കേട്ടു നോക്കേ. ഓക്കെ, പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ കഥാ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവയിലുപരി നല്ലൊരു നടൻ കൂടിയായ ബാലചന്ദ്രമേനോൻ അവതരിപ്പിക്കുന്നു സുഗു കൂത്താട്ടുകുളം. എടാ എനിക്ക് തൃപ്തിയാണ് കൂട്ടാ. എടാ എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ ദണ്ണം മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലടാ. എടാ എനിക്കൊന്നും സിനിമയില്ല, എനിക്ക് സീരിയലില്ല, എനിക്കിപ്പോൾ ഒന്നുമില്ല. എന്നെ എല്ലാവരും മറന്നു കൂട്ടാ. ഞാൻ പോയിട്ട് പിന്നെ വരത്തില്ല. ഇതിന്റെ വെറൈറ്റി ഉണ്ട്. ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി, വെടിക്കെട്ട് വെറൈറ്റി. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ആരും ബാലചന്ദ്രമേനോന്റെ വെറൈറ്റി അവതരിപ്പിച്ചിട്ടില്ല. എന്താ ഈ വെറൈറ്റി? പുള്ളിക്ക് സിനിമാ സീരിയൽ അങ്ങനെയൊന്നും സംഭവമൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പുള്ളിയെ ഒരു ഗുഹയ്ക്കകത്ത് വിടട്ടെ. അടുത്താണ് സതീഷ് വിജയ്. തമിഴ് സിനിമയുടെ ചിന്ന தளபதி விஜய். லேவ்ன்றது காலேஜ் லைப்ரரி படிக்கிற புக்கு மாதிரி அது யாருக்கு வேணா படிக்கிறான். இந்த கிள்ளனத்தை பற்றி எங்கள் வீட்டிற்கு தெரியலடா. எங்கே வைக்கிறேன்? எப்படி 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 பேச்சு மட்டும் சைலண்டாக இருக்கும், ஆனால் அடி சாரா வேட்டி സൂപ്പർ. അടുത്തായിട്ട് അയ്യപ്പ ബൈജു. മലയാള മിമിക്രി വേദിയിൽ കുടിയനെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ അയ്യപ്പ ബൈജു പുന്നപ്ര പ്രശാന്ത്. വഴിയരികിലും പതിതനായി ചീറ്റ് നിൽക്കും ബൈജു, അടികിട്ടിയാലോട് കുള്ളി കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. മൈ നെയിം മിസ് ബൈജു. എൻ്റെ പേര് ബൈജു കേട്ടോ. എനിക്ക് ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും, ഡെയിലി ഞാനടിക്കും. കൊച്ചു പൈന കേട്ടോ. ഓക്കെ, അടുത്തതായി ദ കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയെ അവതരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് മറക്കാനാവില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായി കുതിരവട്ടം പപ്പുവായി വേദിയിലെത്തുന്നു സിക്ക് സജീവ് അങ്കമാലി. കണ്ടം സെല്ലി കിടക്കുന്ന ലൈലപ്പണ്ണ അതിനൾക്ക് വീട് എത്തിച്ചു കൊടുക്കല് ഞാനും മുയ്യാരും വലിയ അമ്പും പിന്നെ കണമ്പും കണ്ണാനും കൂടിയ അതൊരു സൂത്രപ്പണിയ. ഓട്ടോയിൽ വാർത്ത മണം പിടിച്ച് കള്ളി കടിച്ചെത്തായപ്പോ 3 പേർക്കും പച്ചവെള്ളം കൊടുക്കണ്ടെന്ന് സായിപ്പിൻ്റെ കൽപ്പന. ബാക്കി ശിക്ഷ കോയമ്പത്തൂര. അപ്പൻ്റെ പെൻഷൻ്റെ കാര്യം. താങ്ക് യു സജീവ്, താങ്ക് യു. അടുത്തതായിട്ട് സതീഷ് എന്താണ് അവതരിപ്പിക്കുന്നത്? ജാഫർ. 8 സുന്ദരികളും ഞാനും എന്ന കോമഡി സീരിയലിലൂടെ ഗൂർഖയെ അവതരിപ്പിച്ച ഏറെ ശ്രദ്ധേയനായ ജാഫർ ഇടുക്കി. പടച്ചോനെ, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ടാ ഞാനിവിടെ വന്നു നോക്കണേ. ഓറഞ്ച് 5, 2, 10, 30. ഓറഞ്ചോ ഇരിക്കുന്ന പ്രാകാടോ. മാലിമോളി അമ്മ തലയിലെ പോകണം.